വാസ്കോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. സ്കൂളിലെ സ്റ്റുഡൻസ് ഫെസ്റ്റിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ 1 കിലോയുടെയും 1/2 കിലോയുടെയും 2 വൈറ്റ് ഫോറസ്റ്റ് കേക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളൊരു ബൗളിലേക്ക് ഒരു 2 മുട്ടയും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മുട്ടയുടെ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു വൈറ്റ് കളർ വരുന്ന അവസ്ഥ വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായി പതിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ഏറിയാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഇതിലേക്ക് നമ്മൾ കുറച്ചായി ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചുകൊണ്ടൊന്ന് നന്നായി കുത്തി ഇളക്കാതെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ 1/2 കിലോയുടെ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ബാറ്റർ മുഴുവനായി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നൊരു 4-5 തവണ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു ഓവൻ സെറ്റപ്പിനായിട്ട് നമ്മളോട് ഒരു ബിരിയാണി പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ താഴെയുള്ള വട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ടിന്ന് വെക്കുന്നു. അത് നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം ഒരു വെയിറ്റ് വെക്കുന്നു. ഒരു നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഏകദേശം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ കേക്ക് ഏകദേശം ചൂടാറിയതിന് ശേഷം നമുക്കതൊരു 3 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേക്കിൻ്റെ എല്ലാ പീസുകളും നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ കേക്ക് ബോർഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഗനാഷാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും കൂടിയും ചേർത്താണ് നമ്മൾ ഗനാഷ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള പിന്നീട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ ഓപ്ഷനിലാണ്, ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത ലെയർ വയ്ക്കുന്നു. അതും ഇതുപോലെ തന്നെ ക്രീമിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഗനാഷ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3 ലെയറുകളും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയ ഒരു കോട്ടിങ് ക്രീം കൊണ്ടൊരു കോട്ടിങ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐസിങ് നൈഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈഡെല്ലാം തന്നെ ആദ്യം ഒന്ന് നന്നായിട്ട് ക്രീം ഉപയോഗിച്ചുകൊണ്ടൊന്ന് നമ്മൾ നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം. അതിന് ഏകദേശം ക്രം കോട്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കോട്ടിങ്ങിനെ അറിയപ്പെടുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത കോട്ടിങ് ചെയ്യേണ്ടത്. കൂടെ സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യാതെ നേരിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ സൈഡൊക്കെ തന്നെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ സൈഡൊക്കെ തന്നെ നമ്മൾ ഭംഗിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ക്രാപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശമൊക്കെ തന്നെ നന്നായി നമ്മൾ ചെറിയ ഐസിങ് നൈഫും അതുപോലെ തന്നെ വലിയ നൈഫും ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ നമ്മൾ നോസലിൽ നമ്മൾ ഐസിങ് ബാഗിൽ ക്രീം നിറച്ചതിന് ശേഷം നമുക്ക് നോസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് മുകളിൽ വരച്ചു കൊടുക്കാം. നമ്മൾ സമയക്കുറവ് കൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. പിന്നീട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ വ്യക്തമായിട്ടെല്ലാം മനസ്സിലാക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 2 കേക്കുകളാണ് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിന് സൈഡിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ചെറുതായി മുറിച്ചതിന് ശേഷം അത് നമ്മൾ ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ കേക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ വ്ളോഗ്സ്.